1.5-2 കോടി വരെ MBBS സീറ്റിന് ഡൊണേഷൻ ആണ്. നീറ്റ് ഇല്ലാണ്ട് ചേട്ടാ ഇവിടെ വന്നിട്ട് ചേട്ടാ ഫസ്റ്റ് ഇയറിൽ അടച്ച ഫീസ് മൊത്തം തിരിച്ചു കിട്ടും. ആൾക്കാർ വിചാരിച്ചു സ്കോളർഷിപ്പ് കിട്ടുക. അപ്പോ പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ പോഡ്കാസ്റ്റ് പോലെ ഒരു സംഭവം MBBS പറ്റിയിട്ടും ചൈനയിലത്തെ ലൈഫിനെ പറ്റിയിട്ടും ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വായത്തളം. അപ്പൊ ഇരുന്ന് പറ്റുന്നവരൊക്കെ കൊണവണ. വെൽക്കം ബാക്ക് ടു ഞങ്ങളുടെ കൊണവണ. വെൽക്കം ബാക്ക് ടു ഡോക്ടർ കിഡ്സ് ഫൈ. അത് സെക്കൻഡ് ചാനലാണ്, കുഴപ്പമില്ല. പറ്റുന്നവരൊക്കെ സബും ലൈക്കും ഷെയർ ചെയ്തിട്ട് കാണുക. ഒഴിവില്ലവരൊക്കെ മാൻഡ്രൂ ഒരു ചാനലുണ്ട്, ഒരു ചാനലും കൂടെ മല്ലു. അത് ഞാൻ സൈഡില് കൊടുക്കും, സൈഡിൽ ഞങ്ങൾ രണ്ടിനും നടുക്ക് കൊടുക്കാം. അതും പറ്റുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്ത് ആശാനും ഡെയിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്താണ് തങ്കുച്ചേട്ടനും തങ്കച്ചിച്ചേട്ടനും ഒക്കെ ഫേമസ് ആവട്ടെ. ഓക്കെ. ചൈനയില് MBBS ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് വാരി വലിച്ച് പറയേണ്ട ആവശ്യമില്ല. 6 വർഷത്തെ പ്രോഗ്രാം നാട്ടിൽ വരുമ്പോൾ നീറ്റ് ക്വാളിഫൈഡ് ആണ്. സെപ്റ്റംബർ 2 ഏകദേശം ഫീസും കാര്യങ്ങളൊക്കെ എത്രയാണ് നിങ്ങൾക്ക് ഫീസ് വരുന്നത്? ഞങ്ങൾക്ക് 3.5-4 വരും നാട്ടിൽ. അതായത് ഒരു വർഷം. അതിന്റെ വേറെ കാര്യമുണ്ട്. എന്താ ആൾക്കാർ വിചാരിച്ചു സ്കോളർഷിപ്പ് കിട്ടുക അത് പഠിത്തത്തിന് വലിയ സുഖമില്ലാത്തോണ്ടുള്ള സ്കോളർഷിപ്പ് കൊടുക്കാറുള്ളതാണ്. സ്കോളർഷിപ്പ് അതുകൊണ്ടല്ല കിട്ടുന്നത്. നമുക്ക് എന്തുകൊണ്ട് സ്കോളർഷിപ്പ് കിട്ടുന്നത്? മാർക്ക് നോക്കും, നീറ്റ് ഇതാക്കണം, സ്കില്ല് ഇതാക്കണം, എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പ് മാത്രമല്ല കേട്ടോ, ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് അതായത് ബുദ്ധിയായിട്ട് നടക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ കുറവാണ്. നമ്മളെല്ലാത്തിലും ആക്റ്റീവ് ആവണം. ഇവിടെ ഇവന്റ്സ് വരും, സ്പോർട്സ് ഉണ്ടാവും, ഡാൻസിങ് പ്രോഗ്രാം ഉണ്ടാവും. ഇനിയിപ്പോ ഒന്നും അറിയില്ലെങ്കിൽ എന്തെങ്കിലും ഡാൻസ് എല്ലാം മാങ്ങ ചെളിക്കുത്ത എല്ലാം ഡാൻസ് അതിന്റെ ഇത്ര ഉള്ളൂ ഈ സാധനത്തിന്റെ. പിന്നെ നമ്മളെ പോലുള്ളവരിങ്ങനെ അത് പോട്ടെ, ഇവിടെ എന്തും പോകും, ഡാൻസ് പാട്ട് എല്ലാം പോകും. പ്രമോഷനല്ല, നല്ല ഒറിജിനൽ. അപ്പൊ പിന്നെ അത്യാവശ്യം ആളും പിന്നെ കാണുമ്പോഴേ പണ്ട് ഒരു ലുക്കാണ് വേറെ കാര്യം. ഇവന്റെ കുറെ ഫോട്ടോഷൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു സമയത്ത്. കാര്യത്തിന് തെറ്റി അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവർക്ക് എന്ത് ചെയ്യും, സ്കോളർഷിപ്പ് കിട്ടും. പക്ഷെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ചൈനയില് 100% MBBS സ്കോളർഷിപ്പിൽ ഒരേ ഒരു യൂണിവേഴ്സിറ്റി ഉള്ളൂ. 45 ലിസ്റ്റിലുള്ള ഒരേ ഒരു യൂണിവേഴ്സിറ്റി ഉള്ളൂ. അത് ഈ മഹാന്റെ യൂണിവേഴ്സിറ്റിയാണ്, ഫുജിയാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. നമ്മുടെ യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ ഞാൻ പഠിക്കുന്നത് യോജിയാങ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. പക്ഷെ ഞാൻ കമ്പയർ ചെയ്ത് പറയല്ല, കമ്പാരിറ്റീവ്ലി ഫുജിയാനെ വെച്ചിങ്ങോട്ട് യോജിയാൻ നോക്കുകയാണെങ്കിൽ അത്ര പോരാ. പക്ഷെ നമ്മൾ പഠിക്കുന്നു, നമ്മളെ കാര്യങ്ങൾ ചെയ്യുന്നു, ഓക്കെയാണ്. ഞങ്ങളെ യൂണിവേഴ്സിറ്റി കമ്പയർ ചെയ്യുമ്പോൾ ഫുജിയാൻ ഫ്രീ സ്കോളർഷിപ്പ് ആണ്, പൈസ കൊടുക്കാൻ പഠിക്കാം. 100% നിങ്ങളുടെ കംപ്ലീറ്റ് ഫീസും തിരിച്ച് നിങ്ങൾക്ക് തരും. സ്കോളർഷിപ്പ് മുഖേന കംപ്ലീറ്റ് ഫീസ് നിങ്ങൾക്ക് തരും. ആ ഒരു ഫീ തരുന്ന ഒരു സംഭവം വേറെ ഒരു യൂണിവേഴ്സിറ്റിയും ഇല്ല. ഒരു യൂണിവേഴ്സിറ്റി ഇല്ല. എല്ലാരും 30%, 35%, 50% ഒക്കെ മാക്സിമം കൊടുക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഫീസിന്റെ പകുതിയൊക്കെ. നമ്മുടെ കോളേജ് പിന്നെ കുറച്ച് നിങ്ങളൊക്കെ എടുത്തിട്ട് പോടെ കട മനസ്സിൽ തരാടാ, ആരോടും പറയണ്ട. നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയില് ഫസ്റ്റ് ഇയറിൽ തന്നെ സ്കോളർഷിപ്പ് കിട്ടൂലേ? ഫസ്റ്റ് ഇയർ ശരിക്ക് ഒരു കുട്ടി ഫസ്റ്റ് ഇയറിലൂടെ MBBS എടുത്ത് പഠിക്കണമെങ്കിൽ അപ്പൊ ഫസ്റ്റ് ഇയറിന്റെ ട്യൂഷൻ ഹോസ്റ്റൽ ഫീസും വെച്ചിങ്ങനെ ശരിക്കും നല്ല സ്കില്ലുണ്ടെങ്കിൽ 5 ഇയേഴ്സും പഠിക്കാം. അങ്ങനെയല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഫസ്റ്റ് ഇയറിൽ വരുന്ന സമയത്ത് ഇവര് മെയിൻ ആയിട്ട് നോക്കണത് ഇപ്പത്തെ നിലവില് +2 ഒരു 85 above 90 മേലുള്ളവർക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. 85 എങ്കിലും മിനിമം ഉണ്ടെങ്കിൽ കുട്ടിയോടനുസരിച്ചിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഹോസ്റ്റൽ ഫീസ് നിങ്ങൾക്ക് കിട്ടില്ല. ഹോസ്റ്റൽ ഫീ ആണ് നമ്മുടെ നാട്ടിൽ 60 ഉറുപ്പികയാണ് ഒരു വർഷത്തിന്. 60 കൺവേർട്ട് ചെയ്യുമ്പോ. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 4000 RMB ഏകദേശം 50-52 ആ റേഞ്ച് വരും. ആദ്യം ഞങ്ങൾ വന്ന ടൈമിൽ 4000 RMB നാട്ടിൽ 40,000. കറക്റ്റ് 40,000. ഇപ്പൊ 12 കൂടി. അതുകൊണ്ട് 60,000 ഒക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത് എമൗണ്ട് ഇത്രയും കിട്ടുമ്പോഴേക്കും കൺവേർഷൻ ചാർജ് നല്ലതായിട്ട് വരും. അതായത് ശരിക്കും ഫസ്റ്റ് ഇയറിൽ അടച്ച ഫീസ് മൊത്തം തിരിച്ചു കിട്ടും. മൊത്തം തിരിച്ചു കിട്ടും. എക്സ്ക്ലൂഡിങ് എന്ന് പറഞ്ഞാൽ ഇതില്ലാണ്ട് എന്ന് പറഞ്ഞാൽ ഹോസ്റ്റൽ ഫീ തിരിച്ചു കിട്ടില്ല. ബാക്കി നിങ്ങള് പിന്നെ നിങ്ങൾ നമ്മുടെ ഇവിടുത്തെ അമ്മാവന് ഏകദേശം 3 ലക്ഷത്തിന് മേലെ വരും ഫീ മാത്രം. അത് മൊത്തം നിങ്ങൾക്ക് സ്കോളർഷിപ്പ് തിരിച്ചു കിട്ടും. ആ പൈസ ഉണ്ടെന്ന് എന്ത് ചെയ്യാ, സെക്കൻഡ് ഇയറിൽ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിൽ വേറെ കിട്ടും.
പക്ഷെ സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ഇയറത്തെ കുട്ടികളുടെ മാർക്കും കാര്യങ്ങളും അതേപോലെ ഫസ്റ്റ് 10 റാങ്കിൽ വരുന്ന മാർക്കായിരിക്കണം. ചില സമയത്ത് 8 കുട്ടികളെ എടുക്കാറുള്ളൂ, ചില സമയത്ത് 10 കുട്ടികളെ എടുക്കും. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം 6 കുട്ടികളെ എടുത്തുള്ളൂ. അപ്പൊ അവരുദ്ദേശിക്കുന്ന ആ റാങ്ക് ലിസ്റ്റിനുള്ളിൽ ഫസ്റ്റ് 5 എന്നാണ് ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. കാരണം അതിലുള്ളവർക്ക് എന്തായാലും കിട്ടും. അപ്പൊ ഫസ്റ്റ് 5 ഇപ്പൊ നമ്മുടെ അവിടെ മലയാളീസ് ഒക്കെ അത്യാവശ്യം മിക്ക കുട്ടികളും ഫസ്റ്റ് ടോപ്പ് 5 മിഥിലാജ്, ഷഹനാസ് അങ്ങനെ ഒരുപാട് പേര് കംപ്ലീറ്റ് ഫുൾ സ്കോളർഷിപ്പിലുള്ളവരാണ് എപ്പോഴും. ഫസ്റ്റ് ഇയറിലുള്ള ഫീസ് മാത്രമേ, ആ ഫീസ് വന്നിട്ടില്ല, അത് അവർക്ക് റിട്ടേൺ അടിക്കും. ഫസ്റ്റ് ഇയർ വന്നു കഴിഞ്ഞാൽ ആ സെമ്മ് പകുതി എത്തുമ്പോഴേക്കും അവർക്ക് റിട്ടേൺ അടിക്കും. അവർക്ക് അപ്പൊ ഒരു 2-3 ലക്ഷം രൂപയുടെ ചെലവുണ്ടാവും ചിലപ്പോ. കാരണം ഇൻഷുറൻസ് ഒക്കെ പാടെ. ചുരുക്കി പറഞ്ഞാൽ MBBS പഠിക്കാൻ വേണ്ടി ചൈനയിൽ മാക്സിമം നമുക്ക് ചെലവെന്ന് പൈസ 25 lakhs സ്കോളർഷിപ്പ് കിട്ടി കഴിഞ്ഞാൽ ആകെ ഒരു 3.5 ലക്ഷം, ഒരു 5 ലക്ഷത്തിനുള്ളിൽ മൊത്തം മേടിക്കും. 5 ലക്ഷം രൂപ 5 വർഷത്തെ MBBS ഫുജിയാനിൽ കഴിയും. നല്ല പഠിക്കുന്ന കുട്ടികളാണ്, അങ്ങനെയാണ് കാര്യങ്ങൾ എനിക്കറിയാം. ശരിയാണ്, അതാണ് MBBSന്റെ കാര്യം. പക്ഷെ MBBS പിന്നെ ചൈനയിൽ എടുക്കുമ്പോൾ 45 ലിസ്റ്റ് യൂണിവേഴ്സിറ്റീസ് 45 MCAന്റെ അണ്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റി തന്നെ എടുക്കണം. അല്ലെങ്കിൽ ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ കുറെ കുട്ടികളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താ അറിയോ, നീറ്റ് ഇല്ലാണ്ട് ചേട്ടാ ഇവിടെ വന്നിട്ട് ചേട്ടാ വരൊക്കെ ചെയ്യാം, പക്ഷെ തിരിച്ച് നാട്ടിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ വിചാരിക്കും വേറെ പുറത്ത് കൺട്രി പോകും, അതും പറ്റൂല. വേറെ ഏത് പുറത്ത് കൺട്രി പോകണമെന്നുണ്ടെങ്കിലും നമ്മുടെ ഹോം കൺട്രിയിൽ 2 years വർക്കിംഗ് എക്സ്പീരിയൻസ് വേണമെന്നുള്ളതാണ് എൻ്റെ അറിവ്. മേ ബി തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. പക്ഷെ ഞങ്ങളൊക്കെ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് കിട്ടിയത് 2 years വർക്കിംഗ് എക്സ്പീരിയൻസ് വേണം. അത് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കൺട്രികളിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും. ലൈസൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾ നീറ്റ് ക്ലിയർ ചെയ്തിട്ട് തന്നെ, ഇപ്പൊ അഡ്മിഷൻ പോലും നീറ്റ് ഉണ്ടെങ്കിലേ കൊടുക്കുന്നുള്ളൂ. ഇപ്പൊ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ നീറ്റ് ക്വാളിഫൈഡ് ആയാലും അഡ്മിഷൻ പോലും കൊടുക്കുന്നുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ ചില നാട്ടിലേക്ക് ഒരു പുച്ഛമുള്ള പരിപാടികളുണ്ട്. പിന്നെ USML എല്ലാ എക്സാംസും എഴുതാം, ഒരു എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നാട്ടിലത്തെ FMG എഴുതാം, ഇപ്പൊ നീറ്റ് ആയിട്ടാ വരാം, നീറ്റ് നല്ല നെക്സ്റ്റ് ആയിട്ടാണ് വരാൻ പോണത്. പിന്നെ USML എഴുതാം, പ്ലാബ് എഴുതാം, AMC എഴുതാം. എല്ലാ എക്സാമിനേഷൻ എല്ലാം ചൈനയിൽ പഠിച്ചു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കുറവ് ഉണ്ടാകാൻ പോകുന്നില്ല. എല്ലാ എക്സാമിനേഷനും നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാം. നിങ്ങളുടെ കയ്യിലിരിക്കും, പഠിക്കുന്നത് നിങ്ങളുടെ കഴിവ് കയ്യിലിരിക്കും. അതിപ്പോ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ അതല്ല ഞാൻ ചോദിക്കണേ, ഇപ്പൊ നമ്മള് ദുബൈയിൽ വർക്ക് ചെയ്യണം. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, ഞാൻ എന്റെ ആഗ്രഹം പറയാം. എനിക്ക് ദുബൈയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം FMG ക്ലിയർ ചെയ്തിട്ട് വേണ്ട ദുബൈന്റെ എക്സാം. അത് ഓരോന്നിനും ഇത് വരും. ഇപ്പൊ AMC അതേപോലെ ഇപ്പൊ USML എഴുതാൻ, പ്ലാബ് എഴുതാൻ, ഇതിനൊന്നും FMG ആവശ്യമില്ല. ഓക്കെ, നേരെ മറിച്ച് നമ്മളിപ്പോ സൗദി പൊമട്രിക് എഴുതുക, അങ്ങനത്തെ എക്സാമിനേഷൻ, സൗദി MOH എഴുതുക, ഈ പൊമട്രിക് MOH ഒക്കെ സൗദി ഖത്തർ എക്സാമിനേഷനും ഇതൊക്കെയാണ്. അത് അതേമാതിരി ദുബായിന്റെ എക്സാമിനേഷൻ, ഇതിനൊക്കെ FMG നിർബന്ധമാണ്. FMG ക്ലിയർ ചെയ്യണം. ഹോം ടൗൺ കൺട്രിയുടെ ലൈസൻസ് ക്ലിയർ ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. അതൊന്നും വലിയ സീനിലൊക്കെ അല്ല, പഠിക്കണം, അത്രേ ഉള്ളൂ. പഠിക്കണം. നമ്മളെ ഫ്രണ്ട്സിന് കിട്ടിയിട്ടുണ്ട് ഒരുപാട് നമുക്ക് അറിയുന്നതിൽ ഇപ്പൊ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളൊക്കെ എഴുതി പാസ്സാവട്ടെ. അങ്ങനെ പിന്നെ നമ്മുടെ നാട്ടിൽ കുറച്ച് പുച്ഛം പരിപാടി ഉണ്ട്. പുച്ഛം നാട്ടുകാർക്ക് എന്താ പുച്ഛങ്ങളും ഉണ്ടാവുള്ളൂ നോക്കണം. കാരണം 5ാം ക്ലാസ് പാസ്സാത്തവനാ MBBS പാസ്സാകുന്ന ആൾക്കാരെ കുറ്റം പറയാം. പുറത്ത് MBBS ആണ്. സത്യം ചൈനയിൽ പോയിട്ടാ പഠിച്ചു, ഇല്ലെങ്കിൽ റഷ്യയിൽ പോയിട്ടാ പഠിച്ചു, ഓരോന്നും ഒരു വലിയ കാര്യമില്ല. ചൈനയിൽ സബ്ജക്ട് കളിച്ച് കുടിച്ചിട്ട് ഇന്റേൺഷിപ്പ് ഉറങ്ങാൻ പോലും സമയം കിട്ടൂല. ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ഇന്നലെ കൂടി വിളിച്ച് ചീത്ത പറഞ്ഞിട്ടുള്ളൂ. അത് വേറെ ഹോസ്പിറ്റലിൽ ചെയ്തില്ല. അല്ല, നിനക്ക് എന്താണ് അഭിപ്രായം? ഇവിടെ ലൈക്ക് ഇപ്പൊ ഈ MBBS ചൈനയിൽ വന്നിട്ട് ചെയ്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ പുറം കൺട്രിയിൽ പോയിട്ട് ചെയ്തിട്ട് കാര്യമില്ലെന്ന് പറയുന്നവരോട് എന്താണ് നിനക്ക് പേഴ്സണലി പറയാനുള്ളത്? അങ്ങനെ പറയുന്നവരോട് ഒന്നും പറയല്ല, മെയിൻറ്റെയിൻ ചെയ്യണ്ട. കാരണം നാട്ടിൽ പഠിക്കാൻ ഒന്നുണ്ടെങ്കിൽ പൈസ വേണം, അല്ലെങ്കിൽ കുറഞ്ഞ സീറ്റിൽ കയറി കൂടാനുള്ള മാർക്ക് നമുക്ക് വേണം. ഇത് രണ്ടുമില്ലാത്ത കുട്ടികൾക്ക് MBBS ആഗ്രഹങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള ആൾക്കാർക്ക് പുറത്ത് പഠിക്കാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഒരു പണി ചെയ്യണം, നാട്ടിലത്തെ പ്രൈവറ്റ് കോളേജസ് ഈ 1.5 കോടി എന്നുള്ള ഡൊണേഷൻ കളയണം. 1.5-2 കോടി വരെ MBBS സീറ്റിന് ഡൊണേഷൻ ആണ്. ഡൊണേഷൻ ചോദിക്കുന്നത് ഒരു പരിധി, ഒരു ബന്ധമില്ലാത്ത 2 കോടി ഡൊണേഷൻ ചോദിച്ചിട്ട് ബാക്കി 11 ലക്ഷം വെച്ച് ഫീസ് കിട്ടിക്കോളി. നാട്ടിലെങ്ങനെ എങ്ങനെ മാസ്റ്റേഴ്സ് എടുക്കാൻ? മാസ്റ്റേഴ്സിന് കൂടുതൽ കോടികളൊന്നുമില്ല, 5 കോടി വരെ എന്തോ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? 5 crores. 5 അപ്പുറത്തെ C 6 കൂടി ഇട്ട് കഴിഞ്ഞാൽ സെറ്റ്.
അത്രയൊക്കെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് എങ്ങനെ നീറ്റ് എഴുതിയിട്ട് നമ്മൾ ക്യാഷിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നീറ്റ് എഴുതി റാങ്ക് ലിസ്റ്റിൽ വരുന്നപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന നിങ്ങൾക്കൊക്കെ പഠിച്ച് നീറ്റിൽ റാങ്ക് ലിസ്റ്റ് എത്തിക്കൂടെ? റാങ്ക് ലിസ്റ്റിൽ ഇവിടെ ഒരുപാട് വർഷങ്ങളായിട്ട് കുത്തിയിരുന്നിട്ട് നല്ല പഠിക്കണ ആദ്യം മുതലേ ഭയങ്കരമായിട്ട് പഠിക്കുന്ന ആൾക്കാർ വരെ എഴുതിയിട്ട് എത്ര പേര് കിട്ടി നമുക്കറിയാം. അപ്പൊ അത് ആ കൊട പറഞ്ഞുകൊണ്ട് വരരുത്. അപ്പൊ മാത്രല്ല എടാ നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പൊ തന്നെ 10-25 വയസ്സാവാനായി, ചിലർക്ക് 10-25 വയസ്സായി, കൂടുതലുള്ളവരും ഉണ്ട്. അപ്പൊ അവർക്ക് എന്ന് പറഞ്ഞാൽ എടാ പെൺകുട്ടികൾക്ക് ശരിയാണ് ഒരാളെ ലൈക്ക് ഇഫ് ഗെറ്റിംഗ് മാരിഡ് അതൊരു പാർട്ട് ഓഫ് ഇതായിട്ട് അങ്ങനെയൊക്കെ രണ്ടുപേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് പോവാം. ആണുങ്ങൾക്ക് അങ്ങനെയല്ല. അത് ആദ്യം ഇത് ക്ലിയർ ചെയ്തിട്ടാണ് കയ്യിലെന്തെങ്കിലും കിട്ടിയിട്ട് ബാക്കി എന്തെങ്കിലും നോക്കാതെ വെച്ചിരിക്കണ ഓരോ ആൾക്കാരാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടി നിങ്ങൾ ഈ പറഞ്ഞ പോലെ അടിപൊളിയാണ്. വരിക, പഠിക്കുക, നല്ല രീതിയിൽ വർക്ക് ചെയ്യുക, അതൊന്നും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും മെയിൻ ചെയ്യാനൊക്കെ. കുറ്റം വരെ ഒരുപാട് ആൾക്കാരുണ്ടാവും, അതൊന്നും മെയിൻ ചെയ്യണ്ട. ചൈനയെ കുറിച്ചായാലും റഷ്യനെ കുറിച്ചായാലും ജോർജിയനെ കുറിച്ചായാലും പുറത്ത് പഠിക്കാനും പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കില്ല. അത് മെയിൻ ചെയ്യാനൊക്കെ. നമ്മള് പഠിക്കുക, നമ്മള് പാസ്സാവുക. കാരണം ഇതല്ലേ നമുക്ക് വേണ്ടിട്ടാ, നാട്ടുകാർക്ക് വേണ്ടിട്ടല്ല. പിന്നെ ചൈനയിൽ വന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ പറയില്ല, USMLE എന്ന് പറയുന്ന FMGനെക്കാട്ട് വലിയൊരു എക്സാമിനേഷൻ ആണ് USMLE. നമ്മുടെ ഇവിടെ സീനിയർ പാസ് ആയിട്ടുണ്ട് USMLE. അപ്പോ ആ എക്സാമിനേഷൻ വരെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറ്റൻഡ് ചെയ്യാം, ഒരു സീനും ഇല്ലാണ്ട്. മനസ്സിലായില്ലേ? അപ്പോ നാട്ടിലെ ആളുകൾ പറയുന്നത് പോലെ ചൈനയിൽ വന്ന് പഠിച്ചാൽ പോലെ എന്റെ അഭിപ്രായത്തിൽ മാക്സിമം MBBS ചെയ്യേണ്ടത് നാട്ടിൽ വർക്ക് ചെയ്യണ്ട, പുറത്ത് വർക്ക് ചെയ്തു. അതാകുമ്പോ അത്യാവശ്യം ലൈഫും സെറ്റിൽ ആവാം. നാട്ടില് സാലറി കുറവാണ്, ആൾക്കാരെ കുറ്റം പറിച്ചിലും കേൾക്കേണ്ടി വരും. എന്തിനാ? പക്ഷെ നാട്ടില് വർക്ക് ചെയ്യണത് നല്ലതാട്ടോ, വേറെ കാര്യം എക്സ്പീരിയൻസും കാര്യങ്ങളും കിട്ടും. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് നമ്മുടെ നാടിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് അത്രേ ഉള്ളൂ. അതുണ്ടാവണം, അത് വേറെ കാര്യം.